ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ഉൾപ്പെടെ തന്നെ എണ്ണ നിർമ്മാണശാലകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു. പിന്നാലെ ഇപ്പോൾ അമേരിക്കയുടെ എണ്ണ കപ്പലുകൾക്ക് നേരെ തന്നെ ഇറാൻ ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ സായുധ സേനയായ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ആണ് എണ്ണക്കപ്പലിന് നേരെ US ആക്രമണം നടത്തിയതായ വിവരങ്ങൾ പുറത്തുവരുന്നത്. മിസൈൽ ആക്രമണത്തിന് ഇരയായി തന്നെ കപ്പലിൽ തീപിടിച്ചതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. US സർക്കാർ ഇതുവരെയും ഇതിനോടായി തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റു വാർത്തകൾ വ്യക്തമാക്കുന്നത്. തങ്ങളുടെ യുദ്ധക്കപ്പൽ തകർത്തതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നിരിക്കുന്നത്. മാത്രമല്ല, കുവൈറ്റ് തീരത്തും വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടന്നതായി തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മുബാരക് അൽ ഖബീറിന് 30 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് കപ്പലിന് സ്ഫോടനമുണ്ടായിരിക്കുന്നത്. ചരക്ക് കപ്പലിൽ നിന്നുള്ള എണ്ണ കടലിൽ പരക്കുകയും കപ്പലിലേക്ക് വെള്ളം കയറുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കപ്പലിലുള്ളവർ സുരക്ഷിതരാണ് എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രാഥമിക വിവരങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. വടക്കൻ പേർഷ്യൻ ഗൾഫിൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് തങ്ങളുടെ വ്യോമസേന US കപ്പലിന് നേരെ ആക്രമിച്ചതെന്നും ഇവർ അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ തന്നെ കപ്പലിന് തീപിടിച്ചതായും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. USന്റെയും ഇസ്രായേലിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പതാകകളുള്ള സൈനിക വാണിജ്യ കപ്പലുകളെ അതിന്റെ മേഖലയിലൂടെ തന്നെ കടന്നു പോകാൻ അനുവദിക്കില്ല എന്നതാണ് ഇപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് അറിയിച്ചിരിക്കുന്നത്. അവരുടെ കപ്പലുകളെ നിരീക്ഷിക്കുകയാണെന്നും തീർച്ചയായും ആക്രമിക്കുമെന്നും വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് യുദ്ധസമയത്ത് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കാൻ ഇറാന് പൂർണ്ണ അധികാരമുണ്ട് എന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇവിടെ മറ്റ് ന്യൂസ് ഏജൻസികൾ പോലും വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ശ്രീലങ്കൻ പുറം കടലിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ US അന്തർവാഹിനി ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുക്കിയത്. ഇറാൻ നാവികസേനയുടെ അതായത് ഐറിസ് ഡേ എന്ന യുദ്ധക്കപ്പലിന് നേരെയാണ് USന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കപ്പലിലുണ്ടായിരുന്ന 87 നാവികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെയാണ് USന്റെ എണ്ണക്കപ്പൽ ആക്രമിച്ചെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നത്. ഇറാന്റെ യുദ്ധക്കപ്പൽ മുക്കിയതിന് അമേരിക്ക ആധിപത്യം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ അതിൽ ഖേദിക്കേണ്ടി വരുമെന്ന് പോലും ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഖത്തറിലും ബഹ്റൈനിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ US എംബസിക്ക് സമീപം താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ്. എംബസിക്കും സമീപ സ്ഥലങ്ങളിൽ അവിടെ വ്യാപകമായി തന്നെ വീടുകൾ ഉണ്ടാകുകയും ചെയ്തു. ഷോപ്പിംഗ് കേന്ദ്രങ്ങളും പെട്രോൾ പമ്പും ഉൾപ്പെടെ തന്നെ ഇവിടങ്ങളിൽ നിന്ന് ബസ്സുകളിലും മറ്റുമായി തന്നെ അനേകരെ തന്നെ ഒഴിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും US എംബസികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതിനാൽ തന്നെ മുൻകരുതലുകളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.